കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന രക്ഷ, ആത്മാവിൻ്റെ രക്ഷ, അതുപോലെ തന്നെ നമുക്ക് കർത്താവ് നൽകുന്ന നീതീകരണം. ആത്മാവിൻ്റെ രക്ഷയും ആത്മാവിൻ്റെ നീതീകരണവും ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുമ്പോൾ, വിശ്വാസത്തോടെ നമ്മളത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവേശുവിലൂടെ നീതീകരിക്കപ്പെടുകയാണ്. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെട്ട ഒരുവനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണവും പ്രാപിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. തൻ്റെ സ്വന്തം ജനമായ യഹൂദജനം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ചട്ടങ്ങൾ കൊടുത്ത യഹൂദജനം, അവർ സ്വയനീതിയിലൂടെ അല്ലെങ്കിൽ ന്യായപ്രമാണം സ്വന്തം ശക്തിയിലൂടെ നിവർത്തിച്ചുകൊണ്ട് നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ള ചിന്തയിൽ അവരെന്ത് ചെയ്യുന്നു? അന്നും ഇന്നും അവർ യാത്ര ചെയ്യും. എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ദൈവം മനുഷ്യന് കൊടുത്ത ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ന്യായപ്രമാണത്തിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ നിത്യതയിൽ ജീവിക്കും. ന്യായപ്രമാണം അനുസരിക്കാത്തവൻ നിത്യമായ നരകത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ദൈവം മനുഷ്യന് കൊടുത്ത ന്യായപ്രമാണത്തിന് രണ്ട് വശങ്ങളേ ഉള്ളൂ, നിത്യജീവനും നിത്യമരണവും. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപം നിമിത്തം, ഏദൻ തോട്ടത്തിലെ പാപം എന്ന് പറയുന്നത് അനുസരണക്കേടാണ്. അനുസരണക്കേടെന്ന പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും എന്ത് ചെയ്യുന്നു? ദൈവത്തോട് അടുപ്പിക്കേണ്ടുന്നതിന് നമ്മെപ്പോലെ ഒരു ശരീരത്തിൽ വെളിപ്പെട്ട് ന്യായപ്രമാണത്തെ പൂർണ്ണമായും കർത്താവ് അനുസരിച്ചു. ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്നവരെ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? രക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ഭൗമികമായ ചില നന്മകൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൽ നിന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രോമിസസുകൾ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. രോഗാവസ്ഥകൾക്കുള്ള വിടുതലുകളുണ്ട്, ദൈവവചനത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. പൈശാചികമായ പോരാട്ടങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെല്ലാം ദൈവവചനത്തിൽ നമുക്ക് ഉള്ളതാണ്. എന്നാൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവസ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ, ഏദൻ തോട്ടം തുടങ്ങി അന്യപ്പെട്ട് പോകുമ്പോൾ അവരെ ക്രിസ്തുവിലൂടെ വീണ്ടും പിതാവായ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു വീണ്ടെടുപ്പിൻ്റെ കാര്യമാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യഹൂദജനം കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതി എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ജാതികളായിട്ടുള്ളവരും കർത്താവിൻ്റെ രക്ഷാപദ്ധതിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളത് വചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. കാരണം വിശ്വാസത്താൽ ലഭിക്കുന്ന കേവലം ഭൗമികമായ നന്മകളെയാണ് ജാതികളിൽ നിന്നുള്ളവർ പോലും അന്വേഷിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ആത്മാവിൻ്റെ രക്ഷയും ആത്മാവിൻ്റെ നീതീകരണവും, ഗ്ലോറി ടു ഗോഡ്, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ യേശുവിലാണ്. നമ്മുടെ ആത്മാവിൻ്റെ നീതീകരണം ക്രിസ്തുവിലാണ്. അപ്പോൾ ഇവിടെ യഹൂദജനവും ജാതികളായും രണ്ടായി വേർതിരിക്കപ്പെടുമ്പോൾ വിളിച്ചവർ, ദൈവം പ്രമാണം കൊടുത്ത് വിളിച്ചവർക്ക് ആ പ്രമാണത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞില്ല. അവരിന്നും എന്ത് ചെയ്യാണ്? സ്വന്തം പ്രയത്നം കൊണ്ട് ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാമെന്ന് എന്ത് ചെയ്യുന്നു? അവർ ധരിച്ചുകൊണ്ട് ഇന്നും അവർ യാത്ര ചെയ്യുക. മെശിഹയെ അവർ രക്ഷിതാവായി, കർത്താവായും, അവരുടെ നീതീകരണമായും, അവരുടെ വീണ്ടെടുപ്പുകാരനായും, അവരുടെ തേജസ്കരണത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നും
അവർ ഇന്നും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. എന്നാൽ ജാതികളായിട്ടുള്ളവരോ പ്രമാണങ്ങളിൽ കൂടെയല്ല കർത്താവിനെ എന്ത് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്. അവർക്ക് കേവലം അവർ ഓരോ ദിവസവും ബുദ്ധിമുട്ടുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരകനായിട്ടാണ് കർത്താവിനെ എന്ത് ചെയ്യുന്നത്, അവർ കാണുന്നത്. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ രക്ഷയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ പത്രോസിനെ യഹൂദന്മാരുടെ ഇടയിലും പൗലോസിനെ ജാതികളുടെ ഇടയിലും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ കർത്താവ് എന്ത് ചെയ്യുന്നു, അയക്കുക. എന്നാൽ പൗലോസ് അപ്പോസ്തലന് സ്വന്തം ജനത്തെയും വിടിവിക്കേണ്ടുന്നതിന് പൗലോസ് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. സ്വന്തം ജനത്തെ വിടിവിക്കേണ്ടുന്നതിനും പൗലോസ് ശ്രമിക്കുന്നുണ്ട്. ജാതികളുടെ ഇടയിൽ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തം ജനത്തെ രക്ഷിക്കേണ്ടുന്നതിന് പൗലോസ് ശ്രമിക്കുന്നു. ജാതികളുടെ ഇടയിലേക്ക് ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും അവർക്ക് ഈ രക്ഷയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് എന്തല്ല, താല്പര്യമില്ല. കേവലം നശിച്ചു പോകുന്നതായിട്ടുള്ള ഭൗതികമായ നന്മകളും അനുഗ്രഹങ്ങളും ഏറെയായാൽ 70-80 വയസ്സ് വരെയൊക്കെ ഉള്ള താൽക്കാലികമായ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നന്മകളുടെ അനുഗ്രഹങ്ങളുടെയും പുറകിൽ വിശ്വാസത്തോടെ എന്ത് ചെയ്യുന്നു, യാത്ര പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആത്മാവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ ജനത്തിന് അന്നും ഇന്നും എന്ത് ചെയ്യണം, കൈമോശം വന്നിരിക്കുക. അപ്പോൾ ദൈവവചനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിലേക്കുള്ളതും യഹൂദ ജനതയിലേക്ക് ഇടയിലേക്കുള്ളതുമായ ശരിയായ രക്ഷയും ശരിയായ നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 11-ാമത്തെ അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? ജാതികളിലേക്ക് രക്ഷ ദൈവം അയക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ തൻ്റെ സ്വന്തം ജനത്തോട് പറയുകയാണ്, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല, ഞാനും ഇസ്രായേല്യനല്ലോ. അപ്പോൾ സ്വജനത്തെ തള്ളിക്കളഞ്ഞെങ്കിൽ പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തില്ലയോ? ഞാനും എന്നാണ്, യഹൂദനല്ലയോ? പക്ഷെ എന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? കർത്താവായ യേശുക്രിസ്തുവിലൂടെ നൽകുന്ന രക്ഷയും നീതീകരണവും പ്രാപിപ്പാൻ, വിശ്വാസ നീതീകരണം പ്രാപിപ്പാൻ. ഇസ്രായേൽ ജനം പ്രവൃത്തിയാലുള്ള നീതീകരണമാണ് എന്ത് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്. എന്നാൽ വിശ്വാസ നീതീകരണത്തിലേക്ക്, കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണത്തിലേക്കാണ് പൗലോസിനെ എന്ത് ചെയ്യുന്നത്, ദൈവം വിളിക്കുന്നത്. ഈ പൗലോസ്, ഞാനും ഇസ്രായേല്യനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. 2-ാമത്തെ വാക്യത്തിൽ, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവം തനിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു ജനത്തെ എന്ത് ചെയ്തു, മുൻകണ്ടു. ആ മുൻകണ്ട ജനമാണ് യഹൂദജനം, ഇസ്രായേൽ മക്കൾ. ആ ഇസ്രായേൽ മക്കളെ ദൈവം എന്ത് ചെയ്തില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുന്നു, ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കും. ഇതിന്റെ സന്ദർഭം നമുക്കറിയാം. കർമ്മേൽ പർവ്വതത്തിൽ ബാലിന്റെ പ്രവാചകന്മാരും ജീവനുള്ള ദൈവത്തിന്റെ പ്രവാചകനുമായ ഏലിയാവും, ഇവർ തമ്മിലുള്ള ഒരു ജീവനുള്ള ദൈവം ആരാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആരാണ് എന്നുള്ള ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ ബാലിന്റെ പ്രവാചകന്മാർ യാഗപീഠത്തിൽ അവരുടെ ദൈവത്തിന്റെ മഹത്വത്തെ അടയാളം കൊണ്ട് വെളിപ്പെടുത്തുവാൻ അവരെന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. 400 ചില്ലറ പ്രവാചകന്മാരുണ്ട്. എന്നാൽ ജീവനുള്ള ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏലിയാവ് മാത്രമാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് അതിന്റെ സന്ദർഭം അറിയാം. അങ്ങനെ ബാലിന്റെ പ്രവാചകന്മാർ ബാലിനെ എന്ത് ചെയ്യുന്നു, വിളിക്കുമ്പോൾ ബാൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതിനകത്തൊരു മറ്റൊരു കാര്യമുണ്ട്. തലേ ദിവസം വരെ ഈ പ്രവാചകന്മാർ വിളിച്ചപ്പോൾ ബാൽ എന്ത് ചെയ്തിരുന്നു, വന്നിരുന്നു. പക്ഷേ അന്ന് വിളിച്ചപ്പോൾ ബാൽ വരുന്നില്ല. കാരണം എന്നറിയോ? അഭിഷേകമുള്ള ഒരു
പ്രവാചകൻ അവിടെ ഉണ്ടെങ്കിൽ പിശാചിന് അവിടെ വരാൻ എന്ത് ചെയ്യത്തില്ല, അവിടെ വരാൻ പറ്റത്തില്ല. ഇനി അവൻ്റെ പ്രവാചകന്മാർ എത്ര വിളിച്ചാലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. കാര്യം അഭിഷേകമുള്ള പ്രവാചകൻ അവിടെ എന്ത് ചെയ്യുന്നു, നിൽക്കുന്നുണ്ട്. ബാലിനെ വിളിച്ചിട്ട് ഒരു കാരണവശാലും ബാല് വരുന്നില്ല. ഓക്കെ, അതവിടെ പോട്ടെ, സന്ദർഭം അതല്ലല്ലോ. ആമേൻ. എന്നാൽ ഇവിടെ പ്രവാചകനായ ഏലിയാവ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു തീ അടയാളമായി തന്നെ യാഗപീഠത്തിൽ എന്ത് ചെയ്യുന്നു, ദൈവം മറുപടി എന്ത് ചെയ്യുന്നു, അയക്കുമ്പോൾ അവിടെ ഒരു വലിയ ന്യായവിധി എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നുണ്ട്. ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ എന്ത് ചെയ്യുന്നു, നീക്കിക്കളയെന്ന് പറഞ്ഞാൽ അവരെ ന്യായവിധിച്ച് കളയാം. ഇനി ജീവനുള്ള ഒരു ദൈവത്തെയാണ് എന്ത് ചെയ്യേണ്ടത്, ആരാധിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ ഏലിയാവിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം എന്നുള്ള ആ ഒരു സത്യം വെളിപ്പെട്ടപ്പോൾ ബാലിനെ ആരാധിക്കുന്ന ഇസബേൽ, അതായത് ആഹാബ് രാജാവിന്റെ ഭാര്യ ഇസബേലിന് അത് വളരെ ബുദ്ധിമുട്ട് എന്ത് ചെയ്തു ഉണ്ടായപ്പോൾ തൻ്റെ പ്രവാചകന്മാരെയൊക്കെ, ഈ ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെയും ഉന്മൂലനാശം ചെയ്തു കളഞ്ഞെങ്കിൽ ഏലിയാവിനെ എന്ത് ചെയ്യണം, നശിപ്പിച്ച് കളയണം എന്നുള്ള തീരുമാനത്തിൽ ഇസബേൽ എന്ത് ചെയ്യുന്നു, പദ്ധതികൾ ഇടുന്ന സമയത്തിൽ തനിക്കും ജീവാപായം എന്ത് ചെയ്യും, സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏലിയാവ് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നു, താൻ ചെന്ന് നിലവിളിക്കുന്ന നിലവിളിയാണ് ഇവിടെ നമ്മൾ വായിച്ച. കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാടുണ്ടായതെന്ത്, ബാലിന് മുട്ടുകുത്താത്ത 7000 പേര് എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. പ്രവാചകൻ ധരിച്ചത് എന്താണ്, ഞാൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ശേഷിക്കുന്നത്. പക്ഷെ സകലരെയും അറിയുന്ന ദൈവം ഏലിയാവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാത്രമല്ല, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ സന്ദർഭ കാര്യം എടുത്തിട്ട് മറ്റൊരു കാര്യത്തെ വെളിപ്പെടുത്തി തന്ന് ഇവിടെ സംസാരിക്കുകയാണ് പൗലോസ്. എന്താണ് മറ്റൊരു കാര്യത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്ന 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ബാലിന് മുട്ടുകുത്താത്ത ഒരു ശേഷിപ്പുള്ളതുപോലെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഇവിടെ കൃപയാൽ ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചത് സ്വന്തം നീതിയിലൂടെ നിത്യജീവൻ പ്രാപിക്കാനായി ശ്രമിക്കുന്ന ഒരു കൂട്ടൻ. യഹൂദജനം എന്ത് ചെയ്യുന്നു, സ്വന്തം നീതിയാൽ സ്വന്തം പ്രയത്നത്താൽ നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ളതാണ് അവരെന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്, കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം. കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് എന്നിവിടെ പറയുന്നത് എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊണ്ടുള്ള നീതീകരണം പ്രാപിക്കേണ്ടുന്നതിന് ദൈവം തൻ്റെ കൃപ കൊടുത്ത് തെരഞ്ഞെടുത്ത ഒരു ശേഷിപ്പുണ്ടെന്ന്. ഗ്ലോറി ടു ഗോഡ്. ആ ദൈവം തെരഞ്ഞെടുത്ത ആ കൃപയാലുള്ള ഒരു ശേഷിപ്പിനകത്ത് ഞാനും ഈ കേട്ടോണ്ടിരിക്കുന്ന നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേവലം ഭൗതികമായ ചില നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കേണ്ടുന്നതിനുള്ള വിശ്വാസമല്ല ഇവിടെ പറയുന്നത്. കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവം കൃപ നൽകുമ്പോൾ ന്യായപ്രമാണത്തിന്റെ അനുസരണക്കേടിൽ നിന്നുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലും, ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനുള്ള ബ്ലെസ്സിങ്സും വിശ്വാസത്താൽ ലഭിക്കേണ്ടുന്നതിന് ദൈവം എന്ത് ചെയ്യുന്നു, നമ്മെ സൂക്ഷിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഏലിയാവ് പറഞ്ഞത് ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണ്, 7000 എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്, ഗ്ലോറി ടു ഗോഡ്, പ്രാപിക്കേണ്ടുന്നതിന് ദൈവം ചിലരെ എന്ത് ചെയ്തിട്ടുണ്ട്, ശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ശേഷിപ്പിച്ചിരിക്കുന്നവർ യഹൂദ ജനതയിലും ചിലരെന്തുണ്ട്, വിശ്വാസ നീതീകരണം പ്രാപിക്കുന്നവരുണ്ട്. ജാതികളിൽ നിന്നുള്ളവരും ആമേൻ ശരിയായ വിശ്വാസ നീതീകരണം പ്രാപിക്കേണ്ടുന്നതിന് ഒരു ചെറിയ സംഖ്യ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, ശേഷിപ്പിച്ചിട്ടുണ്ട്.
ഞാൻ അവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നത് ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിരിക്കണം. നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നത് ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ ക്രിസ്തുവിലൂടെ പ്രാപിക്കേണ്ടുന്നതിനായിരിക്കണം. എൻ്റെ ശിക്ഷാവിധി അവന്റെ മേലായി, എൻ്റെ രക്ഷയും അവനിലാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവിൻ്റെ മധ്യസ്ഥത മതിയായത് എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കണ്ടോ, ഇവിടെ വായിക്കുന്ന എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. വിശ്വാസത്താൽ ലഭിക്കുന്ന ഭൗതികമായ കാര്യങ്ങളല്ല, വിശ്വാസത്താൽ നമ്മുടെ ആത്മാവിന് ക്രിസ്തുവേശുവിലൂടെയുള്ള നീതീകരണം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇരുന്നാലേ ഇത് നമുക്ക് കേൾക്കാനും നമുക്ക് ഉൾക്കൊള്ളാനും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. തൻ്റെ സ്വന്തം ജനം എന്ത് ചെയ്യുന്നില്ല? യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണത്തിന് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. എന്നാൽ ജാതികളിൽ നിന്നുള്ളവരും ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ശരിയാവണ്ണം കാണുന്നില്ല. എന്നാൽ ദൈവം ചിലരെ എന്ത് ചെയ്യുന്നുണ്ട്? ശേഷിപ്പിച്ചിരിക്കുന്നു. ഏലിയാവിനെ കൂടാതെ 7000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിലും വിശ്വാസത്താലുള്ള ഹല്ലേലൂയ നീതീകരണത്തിലേക്ക്, യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണത്തിലേക്ക് ചിലരെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അടുത്തു പറയുന്ന എന്താണ്? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. നാം നിൽക്കുന്ന ഈ കൃപ ഏതാണ്? ഈ കൃപ എന്ന് പറയുന്നത് വിശ്വാസ നീതീകരണം എന്ന കൃപ. ഗ്ലോറി ടു ഗോഡ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് തന്നെ എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ഈ കൃപ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധി അവന്റെ മേലായി, ന്യായപ്രമാണത്തെ അനുസരിച്ചത് നിമിത്തമുള്ള നിത്യജീവനും ക്രിസ്തുവിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ നീതീകരണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസം നമ്മൾ അറിയാതിരുന്നാൽ, വിശ്വസിക്കാതിരുന്നാൽ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യത്തില്ല? നിത്യതയിൽ എത്തിച്ചേരത്തില്ല. കേവലം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ലഭിക്കും. എന്നാൽ നിത്യജീവന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വഴി, ജീവന്റെ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരും. ആ ജീവന്റെ മാർഗം ദൈവം കാണിച്ചു തരുമ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് എത്താൻ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് കഴിയത്തുള്ളൂ. അവിടെയാണ് സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. ദൈവത്തിന്റെ വലതുഭാഗത്തെ പ്രമോദം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അനുഭവിച്ചറിയാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് 11:5 റോമർ. കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. കണ്ടോ, കൃപയാലാണ് ദൈവം ഇവിടെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രവൃത്തിയാലല്ല. കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് എന്താണ്? ക്രിസ്തുവേശുവിലെ വിശ്വാസത്താലുള്ള രക്ഷ, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം. അതാണ് കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. അവൻ പ്രവൃത്തിയാലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിലൂടെയുള്ള തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുക്കുന്നത് എങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പാണ്? നിത്യജീവനിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അപ്പൊ നിത്യജീവനിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് 2 വശമാണ് ഇവിടെ പറയുന്നത്. കൃപയാലുള്ള തെരഞ്ഞെടുപ്പും പ്രവൃത്തിയാലുള്ള തെരഞ്ഞെടുപ്പും. പ്രവൃത്തിയാലുള്ള തെരഞ്ഞെടുപ്പ് സ്വയമായിട്ട് യഹൂദജനം എന്ത് ചെയ്യുന്നു? അന്നും ഇന്നും എന്ത് ചെയ്യുന്നു? അവർ അത് എന്ത് ചെയ്യുന്നു? സ്വീകരിച്ച് അതിൽ പ്രാക്ടീസ് ചെയ്യാം. മെസ്സിയെ അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. മെസ്സിഹയെ ക്രിസ്തുവായിട്ട് എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ജാതികളായിരിക്കുന്ന നമുക്ക് പ്രമാണം, ദൈവത്തിന്റെ വചനം പ്രിന്റ് ചെയ്ത് നമ്മളെ കയ്യിൽ എന്ത് ചെയ്തു? ലഭിച്ചുവെങ്കിലും നിത്യജീവന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ജാതികളായിട്ടുള്ള നമുക്കും ഉണ്ടായിരുന്നോ?
ഇല്ല. പിന്നെ എന്താ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം ചെയ്ത ശുശ്രൂഷകൾ ആവർത്തിക്കപ്പെടേണ്ടുന്നതിനും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മകളായി തീരേണ്ടുന്നതിനുമാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ യേശു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? താൻ ആരാണെന്ന് തെളിയിക്കുവാനാണ് കർത്താവ് ഈ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശരിയായ വിശ്വാസത്തിലൂടെ അല്ലാതെ നമുക്ക് ആത്മാവിന്റെ രക്ഷ എന്ത് ചെയ്യാൻ പറ്റില്ല, കരസ്ഥമാക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വായിച്ചെന്താണ്? കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. കണ്ടോ, തെരഞ്ഞെടുപ്പ് കൃപയാലാണെങ്കിൽ ന്യായപ്രമാണത്തെ പ്രവർത്തിച്ചു കൊണ്ടുള്ള പ്രവൃത്തിയാലല്ല ദൈവം എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. എങ്കിൽ കൃപ എന്തല്ല? അവിടെ വായിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ കൃപ, 7-ാം വാക്യം, അല്ലെങ്കിൽ കൃപയല്ല. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്വയനീതീകരിക്കപ്പെടുന്നവരെയാണോ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ളതാണോ തെരഞ്ഞെടുപ്പ്? യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിശ്വാസത്താൽ ഉള്ള തെരഞ്ഞെടുപ്പാണ്. ആ ഒരു തെരഞ്ഞെടുപ്പേ ഉള്ളൂ. ഹല്ലേലൂയ. അത് യഹൂദന്മാരുടെ ഇടയിലായാലും യവനന്മാരുടെ ഇടയിലായാലും ജാതികളുടെ ഇടയിലായാലും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാപദ്ധതിയിലെ വിശ്വാസത്താലുള്ള തെരഞ്ഞെടുപ്പ് മാത്രമേ ദൈവം എന്ത് ചെയ്തിട്ടുള്ളൂ? അംഗീകരിച്ചിട്ടുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. 7-ാം വാക്യം, അല്ലെങ്കിൽ കൃപയില്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല. ഉണ്ടോ? യഹൂദജനം തെരഞ്ഞെടുത്ത എന്താണ്? യേശുവിനെ തെരഞ്ഞെടുത്തോ? മെസ്സി അംഗീകരിച്ചോ? ഇല്ല. യേശുവിലെ അപ്പോസ്തലികത്വം അംഗീകരിച്ചോ? യേശുവിലെ മഹാപൗരോഹിത്യം അവര് അംഗീകരിച്ചോ? യേശുവിലെ ആ ക്രൂശ് മരണത്തിലൂടെ ലഭിക്കുന്ന ആത്മീയമായ സത്തകൾ അവരെന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. ജാതികളായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നില്ല? യേശുവിന്റെ നാമം എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ വചനത്തിന്റെ ശക്തി എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ നാമത്തിലെ ശക്തിയാണ് ജനത്തിന് താല്പര്യം, പക്ഷെ അവന്റെ വചനത്തിലെ ശക്തിയാണ് നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വായിക്കുന്ന എന്താണ്? ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല. താൻ തെരഞ്ഞെടുത്തത് എന്താണ്? പ്രവൃത്തിയാലുള്ള നീതീകരണം. തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവർ, അപ്പൊ ജാതികളുടെ ഇടയിൽ നിന്നും എല്ലാവരും എന്ത് ചെയ്യുന്നില്ല? നിത്യജീവൻ പ്രാപിക്കത്തില്ല. അതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ഏത്? ഈ അതെന്ന് പറയുന്നത് എന്താണ്? നീതീകരണം. രക്ഷയും നീതീകരണവും തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് ചെയ്തു? പ്രാപിച്ചു. ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. ഇസ്രായേൽ ന്യായപ്രമാണത്തിൽ തിരഞ്ഞത് എന്താണ്? നിത്യജീവനാണ്. നമ്മൾ തിരയുന്നത് എന്തായിരിക്കണം? ഇസ്രായേൽ മക്കൾ നിത്യജീവൻ തിരയുമ്പോൾ യേശുവിനെ മാറ്റി വെച്ചിട്ട് പ്രമാണം സ്വന്തം ശക്തിയിൽ അനുസരിക്കാനാണ് അവരെന്ത് ചെയ്തത്? ശ്രമിക്കുന്നത്. നമുക്കോ ഇത് പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടായപ്പോൾ ഞാൻ യേശുവിനെ എന്ത് ചെയ്തു? എൻ്റെ കർത്താവായിട്ട് എന്ത് ചെയ്തു? ഞാൻ സ്വീകരിച്ചു. കാരണം ന്യായപ്രമാണം അനുസരിച്ചത് അവൻ മാത്രം. എൻ്റെ ശരീരം ബലഹീനമാണ്, എന്നാൽ ആ ബലഹീനമായ ശരീരത്തിൽ ഞാൻ ആരെ കർത്താവാക്കി വെച്ചു? യേശുവിനെ ഞാൻ കർത്താവാക്കി വെച്ചതിന്റെ കാരണം എന്താണ്? ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയിലൂടെ മാത്രമേ നിത്യജീവനുള്ളൂ. എൻ്റെ ആത്മാവിന് നിത്യജീവൻ എനിക്ക് ലഭിക്കണമെങ്കിൽ യേശുവിനെ എനിക്ക് എന്ത് ചെയ്തേ പറ്റൂ? കർത്താവായി സ്വീകരിക്കണം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് നീതിക്ക് എന്ത് ചെയ്യുന്നു? കാരണമായി തീരുന്നു. ഞാൻ നീതീകരിക്കപ്പെടുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വായിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. കൃപയാലുള്ള നീതീകരണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇവിടെ ഇരിക്കുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്നൊന്ന് ചിന്തിക്കണം. കൃപയാലുള്ള നീതീകരണത്തിലേക്ക് എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ? തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എറ്റേണിറ്റിയിൽ കാണും, നിത്യതയിൽ നമ്മൾ കാണും. ആ ഉറപ്പ് എനിക്കുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കുണ്ടോ? പരിശുദ്ധാത്മാവ് അത് നമുക്ക് തരുന്നുണ്ടോ? വചനത്തിലൂടെ തരുന്നുണ്ടോ? നമ്മുടെ നിത്യജീവൻ നമ്മൾ സെക്യൂറാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നു? ജാതികളുടെ ഇടയിൽ വിളിച്ച പൗലോസ് തൻ്റെ സ്വന്തം ജാതിക്കാരിൽ നിന്ന് ചിലരെങ്കിലും രക്ഷിക്കാമോ എന്ന് വെച്ചിട്ട് അവരോട് സംസാരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? സംസാരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്.
വിശ്വാസത്താൽ ലഭിക്കുന്ന രോഗസൗഖ്യം ഭൂതശാന്തി പോലെ അല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുള്ള രക്ഷയും നീതീകരണവും ആഴമായ പഠനമാണത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാതെ നമുക്കത് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കേൾക്കും. നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർ അത് കേൾക്കും. ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി ദൈവം മുൻ കണ്ടവർ അത് കേൾക്കും. ദൈവം അവരുടെ ചെവി തുറന്നു കൊടുക്കും. അവരത് വിശ്വസിക്കും. അവർ രക്ഷയും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും തേജസ്കരണവും അവർ പ്രാപിക്കും. ഹല്ലേലൂയ. കണ്ടോ, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇനി എത്ര സുവിശേഷത്തിന്റെ രക്ഷയുടെ ദൂതുകൾ പറഞ്ഞാലും അവരെന്ത് ചെയ്തില്ല? കേൾക്കത്തില്ല. എന്ത് കേൾക്കും? വിശ്വസിച്ചാൽ കിട്ടുന്ന ഭൗതികമായ നന്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കേൾക്കും. പക്ഷെ ആത്മാവിന്റെ രക്ഷയുടെ വചനം പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? അവർ കേൾക്കത്തില്ല. കാരണം എന്ത് ചെയ്തിരിക്കുന്നു? അവർ കഠിനപ്പെട്ടിരിക്കുന്നു. യഹൂദ ജനതയിലായാലും ശരി, ജാതികളിൽ നിന്നുള്ളവരായാലും ശരി. ജാതികളിൽ നിന്നുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവെ വിളിക്കാതിരിക്കുന്നവരെയാണ് പലരും ജാതികളെന്ന് എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. അതല്ല, കർത്താവെ എന്ന് വിളിക്കുന്നവന്റെ കാര്യമാണ്. സ്തോത്രം. ജാതികളിൽ നിന്ന് യേശുവിനെ വിളിക്കുന്ന ഒത്തിരി ആൾക്കാരില്ലേ? അവർ ഈ ശരിയായ രക്ഷ അനുഭവിക്കുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. എന്താ ഇവിടെ പറയുന്നത്? കഠിനപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സത്യസുവിശേഷം അവർക്ക് എന്ത് ചെയ്യണ്ട? കേൾക്കണ്ട. ഹല്ലേലൂയ. എന്താണ് അവർ സംഭവിച്ചിരിക്കുന്നത്? ശേഷമുള്ളവരോ ഇന്ന് വരെ എന്ത് ചെയ്യുന്നു? കഠിനപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? ഗാഢനിദ്ര എന്നാണ് പറഞ്ഞത്. ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തിയെടുക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. ആത്മീയമായ ഗാഢനിദ്രയാണ്. കാണാത്ത കണ്ണുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ കഴിയുന്നില്ല. ചെവി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കേൾക്കാൻ കഴിയുന്നില്ല. ഇതാണ് അവസ്ഥ എന്ന് പ്രവചന പുസ്തകത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. 9-ാം വാക്യം. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവർക്കും എന്തുണ്ട്? മേശയുണ്ട്. എന്ത് മേശയാണ്? ക്രിസ്തുവിനെ കൂടാതെയുള്ളത്. സ്വന്തമായ പ്രയത്നം കൊണ്ട് നിത്യജീവൻ എന്ത് ചെയ്യാം? അവകാശമാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവരും എന്ത് ചെയ്യുന്നത്? അവരും മേശ. ഇന്നും അവർക്ക് എന്തുണ്ട്? മേശയുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അത് അവർക്ക് എന്തായി മാറുന്നു? കെണിയായും കുടുക്കായും ഇടർച്ചയായും പ്രതികാരം. എന്ത് പ്രതികാരം? നിത്യ നരകത്തിലേക്ക് ദൈവത്തിന്റെ പ്രതികാരത്തിന് പാത്രമായി തീരും. ഗ്ലോറി ടു ഗോഡ്. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ, അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണമേ എന്ന് ദാവീദും പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. പ്രവചനത്തിൽ പറയുന്നു. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. പൗലോസ് ചോദിക്കുകയാണ്, അവർ വീഴേണ്ടുന്നതിനാണോ ഇടറിയത്? ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. അവർക്ക് ഇനി എന്ത് വരുത്തണം? എരിവ് വരുത്താൻ. അവർക്ക് എരിവ് വരുത്താൻ അവരുടെ ലംഘനം എന്താണ്? വിശ്വാസ ലംഘനം. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തെ പ്രവൃത്തിയാൽ അന്വേഷിച്ചിട്ട് യേശുക്രിസ്തുവിൽ അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിശ്വാസ ലംഘനമാണ് അവർക്ക് എന്ത് ചെയ്തത്? സംഭവിച്ചത്. ആ വിശ്വാസ ലംഘന ഹേതുവായി അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് എന്തായി മാറി? ജാതികൾക്ക് രക്ഷ വന്നു. എന്ത് രക്ഷ വന്നു? ആത്മാവിന്റെ രക്ഷ. നിത്യജീവനിലേക്കുള്ള രക്ഷയുടെ മാർഗം ക്രിസ്തുവിലൂടെ ഉള്ളത് വെളിപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ലംഘനം, യഹൂദ ജനതയുടെ ലംഘനം ലോകത്തിന് ധനവും, കണ്ടോ, അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി. അവരുടെ ലംഘനം ലോകത്തിന് ധനവും. എന്താണ് ധനം? ലോകത്തിന്റെ ധനം, രക്ഷയുടെ ധനം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്ത് ധനം? നീതീകരണം എന്നുള്ള ധനം. ഇത് രണ്ടും എവിടെ ഇരിക്കുന്നു? യേശുവിൽ. രക്ഷയുടെ ധനവും ക്രിസ്തുവിലാണ്, നീതീകരണത്തിന്റെ ധനവും ക്രിസ്തുവിലാണ്.
അത് സ്വന്തം ജനം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവരുടെ നഷ്ടം, അവർ നഷ്ടപ്പെടുത്തിയ ഈ രക്ഷയും നീതിയും ആരിൽ ഇരിക്കുന്നു? ക്രിസ്തുവിൽ. അപ്പോൾ അവർ നഷ്ടപ്പെടുത്തിയത് ആരെയാണ്? യേശുവിനെ. അവർ നഷ്ടപ്പെടുത്തിയ യേശുവിനെ ജാതികൾക്ക് എന്തായി മാറി? സമ്പത്തായി മാറി. എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം! ഗ്ലോറി ടു ഗോഡ്. അപ്പൊ അവരെന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടും. പക്ഷെ അല്പമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കഠിനപ്പെട്ടിരിക്കുകയാണ്. ആ കഠിനതയെ നിന്ന് കുറെ ആൾക്കാരെ രക്ഷിക്കാനാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടോ? സുവിശേഷം വായിക്കാൻ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. കാര്യം അവിടെ അത്ഭുത വിടുതലും രോഗശാന്തിയും അപ്പം നുറുക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. പക്ഷെ ലേഖന ഭാഗത്തിൽ വരുമ്പോൾ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു വിശ്വാസത്താൽ ഹല്ലേലൂയ നമ്മൾ അനുഭവിച്ചറിയണം. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ. സമൃദ്ധിയായ ജീവൻ എന്താണ്? പുനരുത്ഥാനത്തിന്റെ ജീവൻ. പുനരുത്ഥാനത്തിന്റെ ജീവൻ പുതിയ നിയമത്തിൽ ലേഖന ഭാഗങ്ങളിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ജഡപ്രകാരം ഇനി എന്ത് ചെയ്യുന്നില്ല? ക്രിസ്തുവിനെ അറിയുന്നില്ല. ഇന്നും ആൾക്കാർക്ക് ജഡപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷമുള്ള കാര്യം ജനത്തിന് എന്ത് ചെയ്യുന്നില്ല. പൗലോസ് പറഞ്ഞ എന്താണ്? പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെ ഞാൻ ഇന്നും അറിയുന്നു. നമുക്കും അതറിയാൻ കഴിയും. പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. അതാണ് സമൃദ്ധിയായ ജീവൻ. നമുക്കൊന്നാമത് ജീവൻ ഉണ്ടാകണം, പിന്നെന്താ? സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കിയാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തും. പൗലോസിനെ ദൈവം വിളിച്ചത് എങ്ങോട്ടാണ്? ജാതികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ. ജാതികൾക്ക് എന്ത് ശുശ്രൂഷ കൊടുക്കാനാണ് വിളിച്ചത്? അത്ഭുത സൗഖ്യവും വിടുതലും മാത്രം കൊടുക്കാനാണ്? രക്ഷയും നീതീകരണം കൊടുത്ത ആത്മാവിനെ നിത്യതയിലേക്ക് ഒരുക്കാനാണ് എന്ത് ചെയ്യുന്നത്? അപ്പോസ്തലന്മാരെ വിളിച്ചിരിക്കണം. അങ്ങനെയുള്ള അപ്പോസ്തലന്മാർ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകാത്തിടത്തോളം കാലം നശിച്ചു പോകുന്ന കേവലം ഭൗതികമായ നന്മകളിലേക്ക് മാത്രം ശുശ്രൂഷ ചെയ്ത് ജനം എന്ത് ചെയ്യും? ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. ആത്മാവിന്റെ രക്ഷ അവൻ എങ്ങനെ കിട്ടും? അതിനുള്ള ദൂതം കേട്ടാലല്ലേ കിട്ടത്തുള്ളൂ. അതിൻ്റെ വഴിയും അതിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേട്ടാലല്ലേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? നിത്യജീവൻ അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രസംഗിക്കപ്പെടണ്ടേ? ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പൗലോസ് അപ്പോസ്തലന് ജാതികളുടെ ഇടയിലോട്ട് ദൈവം അയച്ചെങ്കിൽ അങ്ങോട്ട് മാത്രം എന്ത് ചെയ്താൽ മതി? പോയാൽ മതിയായിരുന്നു. പക്ഷെ തൻ്റെ സ്വന്തം ജനത്തിലുള്ളവർ നഷ്ടപ്പെടുന്ന കാര്യം ഓർത്തപ്പോൾ പൗലോസിന് എന്ത് ചെയ്യുന്നില്ല? സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ജാതികളുടെ ഇടയിൽ രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ സ്വന്തം ജനത്തിലും ചിലരെ എന്ത് ചെയ്യണം? തനിക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യമുണ്ടായി. ചിലരെങ്കിലും, എല്ലാവരെയും എന്ത് ചെയ്യാൻ പറ്റില്ല. അന്നും ഇന്നും എല്ലാവരെയും ഒന്നും നിത്യതയിലേക്ക് ഒരുക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. പൗലോസ് പ്രയോഗിക്കുന്ന പദം കണ്ടോ? ചിലരെ. ഈ കാലഘട്ടത്തിലും ആ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷിക്കുന്ന കൂട്ടത്തിൽ, ആ ചിലരുടെ കൂട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരുണ്ടെങ്കിൽ നമ്മൾ നിത്യതയിൽ കാണും. പൗലോസ് കഠിന പ്രയത്നം ചെയ്യാണ്. ഇവരുടെ ഹൃദയം എന്ത് ചെയ്തു? അടഞ്ഞുപോയി, ചെവി അടഞ്ഞുപോയി, മുതുക് കൂനിപ്പോയി. അവർക്ക് കെണിയും കുടുക്കും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് ചിലരെങ്കിലും രക്ഷിക്കാമോന്ന് എന്ത് ചെയ്യാണ്? ശ്രമിക്കുമ്പോൾ ജാതികളുടെ ഇടയിൽ അന്ധകാരത്തിന്റെ കീഴിൽ കിടന്ന ജനം എത്ര അധികം ദൈവത്തിന്റെ വചനത്തിലേക്ക് ദൈവാത്മാവ് അവരുടെ ഹൃദയങ്ങളെ തൊട്ടാൽ, ചെവികളെ തുറന്നാൽ ഈ സത്യവചനം അവർ കേൾക്കും. ഇല്ലെങ്കിൽ ഗാഢനിദ്രയിലേക്ക് പോകും. മന്ദമായി അവരുടെ ചെവി കേൾക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. 14-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. 15-ാമത്തെ വാക്യത്തിൽ, അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി. കണ്ടോ?
യഹൂദ ജനത രക്ഷയുടെ വചനത്തിൽ അവരെന്ത് ചെയ്തു? ഭ്രംശിച്ചു പോയി. അവരുടെ ഭ്രംശം ലോകത്തിന് എന്ത് ചെയ്തു? ദൈവത്തോടുള്ള നിരപ്പിന് കാരണമായി. എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അപ്പോൾ അതിനർത്ഥം എന്താണ്? അവരുടെ അംഗീകരണം ആരംഗീകരിക്കുന്നത്? ക്രിസ്തു യേശുവിനെ അംഗീകരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒരു വളരെ ആഴമേറിയ പ്രവചനം പറയുക. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ അവൻ്റെ വരവോട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അംഗീകരിക്കത്തുള്ളൂ. അന്ന് മരിച്ചവരുടെ പുനരുദ്ധാനം സംഭവിക്കുന്നു. അതുവരെ അവർ വിശ്വസിക്കത്തില്ല. അവൻ്റെ മഹത്വ പ്രത്യക്ഷത തൻ്റെ സ്വജനത്തിന് വേണ്ടി, രഹസ്യവരവല്ല, രഹസ്യവരവ് ദൈവസഭയ്ക്കുള്ളതാണ്. അതിന് 7 വർഷം ശേഷം മഹത്വ പ്രത്യക്ഷത തനിക്ക് തൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ കാലഘട്ടം വരെയും യഹൂദൻ എന്ത് ചെയ്തില്ല? ഈ രക്ഷ അവൻ അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ജാതികളായിട്ടുള്ളവർ അറിയുന്നുണ്ടോ ഈ രക്ഷ? അവിടെ പ്രസംഗിക്കുന്നുണ്ടോ? ഇത് ആൾക്കാർക്ക് താല്പര്യമുണ്ടോ? ശുശ്രൂഷക്കാർക്ക് താല്പര്യമുണ്ടോ? ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വചനങ്ങളെ വെളിപ്പെടുത്തി ഒരു മനുഷ്യനെ നിത്യജീവന് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ള കാര്യങ്ങളാണോ നടക്കുന്നത്? ഗ്ലോറി ടു ഗാഡ്. കണ്ടോ, അവരുടെ ഭ്രംശം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയിലൂടെ ലോകത്തിന് ദൈവത്തോട് നിരപ്പിന് ഹേതുവായെങ്കിൽ അവർ യേശുവിനെ അംഗീകരിക്കുന്നതിൻ്റെ സമയത്തിൽ മരിച്ചവരുടെ ഉയർപ്പ് സംഭവിക്കും. ആദ്യ ഭാഗം വിശുദ്ധം എങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ. ഇവിടെ അടുത്ത ഒരു കാര്യത്തിലേക്ക് വരിക. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇവിടെ വേരിനെ കുറിച്ച് പറയുന്നു, കൊമ്പുകളെ കുറിച്ച് പറയുന്നു. 17-ാം വാക്യത്തിൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. യഹൂദ ജനത ഇവിടെ കൊമ്പായിട്ട് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുക. ആ കൊമ്പിനെ എന്ത് ചെയ്തു? ഒടിച്ചു. എവിടെ നിന്ന് ഒടിച്ചു? വേരിൽ നിന്ന് കൊമ്പിലേക്ക് വരുന്ന കൊമ്പിനെ എന്ത് ചെയ്തു? ഒടിച്ചു. അപ്പോൾ ഇവിടുത്തെ വേരെന്ന് പറയുന്ന ആരാണ്? ക്രിസ്തു. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അവരെന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കാത്തതുകൊണ്ട് അവരെ ദൈവം എന്ത് ചെയ്തു? ഓടിച്ചു. ആമേൻ. വേരായിട്ട് തന്നെ നിൽപ്പുണ്ട്. പിണ്ഡം പിണ്ഡമായിട്ട് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും. ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെ കുറിച്ച് പറയുകയാണ്? ദൈവത്തെക്കുറിച്ച് പറയാം. എങ്കിൽ ദൈവത്തിന്റെ ജനം മുഴുവൻ എന്തായിരിക്കും? വിശുദ്ധമായിരിക്കും. പക്ഷെ യഹൂദ ജനം യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കാത്തതുകൊണ്ട് ആ വേരിൽ നിന്നുള്ള കൊമ്പിനെ എന്ത് ചെയ്തു? ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ. അപ്പൊ നമ്മൾ ആരാണ്? കാട്ടൊലി. ആ കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ എന്ത് ചെയ്തു? ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു. എന്താണ് ഈ ഫലപ്രദമായ വേരെന്ന് പറയുന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയായ, ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ, ന്യായപ്രമാണത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തുവിൽ നിങ്ങളെ ഒട്ടിച്ചു ചേർക്കുമ്പോൾ ക്രിസ്തുവിലൂടെയുള്ള ഫലം എന്താണ്? നിത്യജീവൻ. അതിലൂടെ നിത്യജീവൻ എന്നുള്ള ഫലം എന്ത് ചെയ്യത്തുള്ളൂ? ഉണ്ടാകത്തുള്ളൂ. ആ നിത്യജീവൻ എന്നുള്ള ഫലം എനിക്ക് ലഭിക്കേണ്ടുന്നതിന് കാട്ടൊലിവായ എന്നെ, വേരോട് ചേർന്നിരുന്ന കൊമ്പായ യഹൂദ ജനത്തെ എന്ത് ചെയ്തു? വെട്ടി മാറ്റിയിട്ട് എന്നെ ഒട്ടിച്ചു ചേർന്നു. ഫലപ്രദമാകാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫലം എന്നാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാൽ മാത്രമേ നീതീകരണം എന്ത് ചെയ്യത്തുള്ളൂ? സംഭവിക്കത്തുള്ളൂ. ഞാൻ കാട്ടൊലിവായിരുന്നു. കാട്ടൊലിവ് എന്ന് അവിടെ ചിത്രീകരിക്കുന്നത് എന്താണ്? ന്യായപ്രമാണം എന്താണെന്ന് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇന്ന് ജാതികളായിട്ടുള്ള വിശ്വാസത്തിൽ വന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്താൽ ലഭിക്കുന്ന കാര്യമല്ലാതെ പ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും അറിയത്തില്ല. നമുക്കറിയാമായിരുന്നോ? ദൈവജനം കയ്യിൽ കിട്ടിയപ്പോൾ ഇതിന്റെ നിത്യജീവൻ പ്രാപിക്കേണ്ട വഴിയാണോ നമ്മൾ അന്വേഷിച്ച്? ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അപ്പോൾ ആ കൊമ്പുകളെ ഒടിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്തു? നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്തു, ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. ആമേൻ. എങ്കിലോ കൊമ്പുകളുടെ നേരെ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. നമുക്ക് വിശ്വാസത്താലുള്ള നീതീകരണം എന്ത് ചെയ്തു? ലഭിച്ചെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മിൽ തന്നെ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. കാരണം എന്താണ്? വേരാണ് എന്നെ എന്ത് ചെയ്യണേ? ചുമക്കുന്നു. ഈ വേര് ആരെ കുറിച്ച് പറയുന്നു? ക്രിസ്തുവിനെ കുറിച്ച്. ഗ്ലോറി ടു ഗോഡ്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേര് നിന്നെ എത്രയെ ചുമക്കുന്നു. അപ്പൊ നമ്മെ ചുമക്കുന്നത് ആരാണ്? ക്രിസ്തു നമ്മെ ചുമക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. കണ്ടോ? എന്നെ ഒട്ടിക്കേണ്ടുന്നതിന് തൻ്റെ സ്വന്തം ജനത്തിൽ നിന്ന് യഹൂദ ജനത എന്ത് ചെയ്തു? ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് അവ ഒടിഞ്ഞു പോയത്? അവിശ്വാസത്താൽ. എന്തവിശ്വാസം? യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. മെസ്സിഹയെ അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. യേശുവിലെ ക്രിസ്തുവിനെ അവരെന്ത് ചെയ്യില്ല? വിശ്വസിച്ചില്ല. യേശുവിലെ അപ്പോസ്തലനെ അവർ വിശ്വസിച്ചില്ല. യേശുവിലെ ഇടയനെ അവർ വിശ്വസിച്ചില്ല. യേശുവിലെ മഹാപുരോഹിതനെ അവർ വിശ്വസിച്ചില്ല. അവർ എന്ത് ചെയ്തു? അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. അപ്പൊ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ. എന്ത് വിശ്വാസം? വിശ്വസിച്ചാൽ ലഭിക്കുന്ന ഭൗതിക നന്മകൾ കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ടല്ല കൊമ്പിനോട് അല്ല വേരിനോട് ഒട്ടിച്ചേരുന്നത്. ന്യായപ്രമാണത്തിന്റെ ശിക്ഷയും രക്ഷയും ക്രിസ്തുവിൽ കണ്ടുവെങ്കിൽ അതിലൂടെയുള്ള നിത്യജീവന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്താലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിനോട് കൂടെ ഒട്ടിച്ചേരുന്നത്. അല്ലാതെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഒട്ടിച്ചേരാൻ വേറെ ഒരു വഴിയും ഇല്ല. യേശുവിനെ വിളിക്കുന്നത് കൊണ്ട് ഞാൻ യേശുവിനോടുകൂടെ ഒട്ടിച്ചേർന്നു എന്ന് പറയാൻ പറ്റുമോ? യേശുവിനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. യേശുവിനെ ആരാധിക്കുന്നവർക്കും യേശുവിനെ അറിയാം. അവന്റെ നാമത്തെ സർവ്വലോകം അറിയുന്നു. ഹല്ലേലൂയ. അവരെല്ലാവരും ഒട്ടിച്ചേർക്കപ്പെട്ടവരാണോ? അല്ല. കൂടെ ഉണ്ടോ? നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? നിത്യജീവൻ പ്രാപിക്കാനായിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. 20ാമത്തെ വാക്യത്തിൽ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കണേ? ഞെളിയാതെ ഭയപ്പെടുക. നമ്മൾ നിൽക്കുന്നത് വിശ്വാസ നീതീകരണത്തിലാണ് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അതിൽ അഹംഭാവം കാണിക്കരുത്. നമ്മൾ അഹങ്കരിക്കരുത്, നെളിയരുത്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. സ്വാഭാവിക കൊമ്പുകളെ ദൈവം എന്ത് ചെയ്തില്ല? എന്തുകൊണ്ടാണ് ദൈവം ആദരിക്കാത്തത്? മെസ്സിഹയെ എന്ത് ചെയ്തില്ല? അവർ വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. അതുകൊണ്ട് പിതാവാൻ ദൈവം അവരെ എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞെങ്കിൽ നിന്നെയും എന്ത് ചെയ്യും? നീക്കിക്കളയും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. ഇവിടെ രണ്ട് കാര്യം പറയുന്നു. ദൈവത്തിന്റെ ദയ, മറ്റൊന്നെന്താണ്? ദൈവത്തിന്റെ ഖണ്ഡിതം. ദൈവത്തിന്റെ ഖണ്ഡിതം ആരിലാണ് കാണുന്നത്? യഹൂദ ജനതയിൽ കാണുകയാണ്. ദൈവം വെട്ടിക്കളഞ്ഞു. ദൈവത്തിന്റെ ദയ ആര് കാണുന്നു? വിശ്വസിച്ച തന്റെ മക്കളിൽ. എന്ത് വിശ്വസിച്ച? രോഗസൗഖ്യത്തിന് വേണ്ടി വിശ്വസിച്ചല്ല, അത് വേണം. ഭൂതശാന്തിക്ക് വേണ്ടി വിശ്വസിച്ചല്ല, അതും വേണം. മറ്റ് വാഗ്ദത്തങ്ങളിലെ വിശ്വാസം അർപ്പിച്ചവരുടെ കാര്യമല്ല, അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ക്രിസ്തുവിൽ സംഭവിച്ച കാര്യം, രക്ഷയും നീതീകരണവും പ്രധാനപ്പെട്ട. ആ വിശ്വസിച്ച നമ്മിൽ ദൈവത്തിന്റെ എന്ത് കാണുന്നു? ദൈവത്തിന്റെ ദയ. അവിടെ ആ വാക്യം തന്നെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. നമ്മൾ ഭയപ്പെടണം. ആമേൻ. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. വീണവരാരാണ് ഇവിടെ? വിശ്വാസ നീതീകരണത്തിൽ നിന്ന് വീണ യഹൂദജനം. അവര് ദൈവത്തിന്റെ ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ. നമ്മൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ മഹാദയയിലാണ് എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. നീ ആ ദയയിൽ നിലനിന്നാൽ അത് ദയയും തന്നെ, അല്ലെങ്കിൽ നീയും. അപ്പൊ വിശ്വാസ നീതീകരണത്തിൽ നിന്ന് പോലും എന്ത് ചെയ്യാം? ഛേദിക്കപ്പെടാം. അല്ലാതെ യേശുവിൽ വിശ്വസിച്ച് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കിട്ടാൻ വേണ്ടി നടക്കണവർ ഛേദിക്കപ്പെടുന്നുണ്ടോ? ഛേദിക്കപ്പെടുമോ? അവർക്ക് ഇവിടെ ഏതെങ്കിലുമൊക്കെ സഭകളിൽ പോയിട്ട് എന്ത് ചെയ്യാം? പ്രാപിക്കാം. പക്ഷെ നിത്യജീവനിൽ നിന്ന് ഛേദിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഭയപ്പെടണം. ഗ്ലോറി ടു ഗോഡ്.
അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. ഇവിടെ വായിക്കുന്നുണ്ടോ? അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ. അവരിപ്പോ എന്ത് ചെയ്യുന്നു? അവിശ്വാസത്താലാണ് എന്ത് ചെയ്യുന്നത്? അവരിപ്പോ പോകുന്നത്. പക്ഷെ ആ അവിശ്വാസത്താൽ അവർ നിലനിൽക്കാതെ വിശ്വാസത്താൽ അവരെന്ത് ചെയ്യുന്നു? യേശുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരെയും കൂടെ ദൈവം എന്ത് ചെയ്യും? ഒട്ടിക്കും. യഹൂദ ജനതയിൽ നിന്നുകൂടി ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? യേശുവിലെ രക്ഷയും നീതീകരണവും വിശ്വസിക്കുന്ന യഹൂദ ജനമുണ്ട്. അന്ത്യകാലത്തിൽ അത് സംഭവിക്കും. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നതും വിശ്വസിക്കുന്നതും പോലെ അല്ല. തലയ്ക്കകത്ത് ബോധമുണ്ട്, അന്വേഷണത്തിന് ലക്ഷ്യമുണ്ട്. നിത്യജീവനാണ് അവർക്ക് എന്ത് ലക്ഷ്യം. ഇന്നത്തെ ആൾക്കാർക്ക് എന്താണ്? കേവലം എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടാകണം. അത് കഴിയുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യത്തില്ല, പിന്നെ അവർ കാണത്തില്ല. അവർക്ക് ഈ ലാംഗ്വേജ് എന്ത് ചെയ്യത്തില്ല, അവർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഇരുപത്തിമൂന്നാമത്തെ വാക്യം, അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായ നല്ല ഒരു ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായിട്ട് ഒട്ടിക്കും. നമ്മളെ ദൈവം ഒട്ടിച്ച് ചേർന്നതിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെടികൾ അറിയാമല്ലോ. ആ ഒട്ടിച്ച് ചേർന്ന സ്ഥലത്തിന് എന്തുണ്ട്? ഒരു ചെറിയ അല്ലേ ആപ്പ് പോലെ വച്ചിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യണം, ഒട്ടിച്ച് ചേർത്തിരിക്കുക. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇളകിപ്പോവും. ബി കെയർഫുൾ. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യഹൂദ ജനതയും ജാതികളായിട്ടുള്ളവരും എന്ത് ചെയ്യരുത്? തങ്ങൾക്ക് തങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതയോടെ മേളി പറഞ്ഞു. ദൈവം ഒട്ടിച്ചേർത്ത കാര്യത്തെക്കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. വിശ്വാസ നീതീകരണത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ച് കൂട്ടിച്ചേർത്ത് ആ അവകാശം തരുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? പറയുന്നു. തൊട്ടടുത്ത് പറഞ്ഞ എന്താണ്? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ, ജാതികളിൽ നിന്നും ആത്മാവിൻ്റെ മോക്ഷത്തിലേക്ക്, നിത്യജീവനിലേക്ക് ദൈവത്തിൻ്റെ ഒരു പൂർണ്ണസംഖ്യയുണ്ട്. ആ സംഖ്യ എന്നാണോ ചേരുന്നത്, ഗ്ലോറി ടു ഗോഡ്, അതുവരെ ഇസ്രായേലിന് അംശമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കാഠിന്യം സംഭവിച്ചിരുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. കണ്ടോ? സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. സുവിശേഷം ആരെ കുറിച്ചുള്ളത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള. ക്രിസ്തു ആർക്ക് അവരെന്ത് ചെയ്യുന്നില്ല? യഹൂദജനം എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? അംഗീകരിക്കുന്നു. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം എന്താണ്? ശത്രുക്കളാണ്. ഗ്ലോറി ടു ഗോഡ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ഗ്ലോറി ടു ഗോഡ്. പിതാക്കന്മാർ നിമിത്തം ഇസ്രായേൽ മക്കൾ ദൈവത്തിന് പ്രിയന്മാരാണ്. ഗ്ലോറി ടു ഗോഡ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കളായി. 29ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ഇവിടെ രണ്ട് കാര്യം പറയുന്നു. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും, രണ്ടാമത് പറയുന്നത് വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ഇവിടെ പറയുന്ന കൃപാവരം എന്താണ്? ജാതികളായിട്ടുള്ളവര് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ ദൈവം കൊടുത്ത കൃപാവരം. ഈ കൃപാവരം ഞാൻ ഇവർക്ക് കൊടുത്തല്ലോ എന്നോർത്ത് ദൈവം എന്ത് ചെയ്യില്ല? അനുതപിക്കില്ല. കൊടുത്തിട്ടും ജനം എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ലല്ലോ എന്നോർത്ത് ദൈവം എന്ത് ചെയ്യില്ല? അനുതപിക്കില്ല. മറ്റവരെന്താണ്? വിളിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? അനുതപിക്കുന്നില്ല. വിളി ആരെയാണ് വിളിച്ചത്? യഹൂദന്മാർ. ദൈവം വിളിച്ചത് ആരെയാ? കൃപാവരം ആർക്കാ തന്നെ? ഈ രണ്ട് കാര്യം ഞാൻ ഇവരെ വിളിച്ചല്ലോ എന്നോർത്ത് എന്ത് ചെയ്യത്തില്ല?
ദൈവം അനുതപിക്കത്തില്ല. ഇവർക്ക് കൃപാവരം വെളിപ്പെടുത്തി കൊടുത്തല്ലോ എന്ന് ഓർത്തും ദൈവം എന്ത് ചെയ്യത്തില്ല. അതായത് യഹൂദ ജനതയെ ഓർത്ത്, ജാതികളെ ഓർത്ത് ദൈവം എന്ത് ചെയ്യത്തില്ല. എന്ത് വിഷയത്തിൽ? ദൈവം യഹൂദ ജനതയെ വിളിച്ചെന്തിനാണ്? നിത്യജീവന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഈ പ്രമാണങ്ങൾ എന്ത് ചെയ്തു? കൊടുത്തു. അതിനെ ഓർത്ത് ദൈവം എന്ത് ചെയ്യത്തില്ല, അനുതപിക്കത്തില്ല. എന്നാൽ പ്രമാണം ലഭിക്കാത്ത നമുക്ക്, പ്രമാണം അനുസരിക്കാത്ത നമുക്ക്, പ്രമാണം എന്തെന്ന് അറിയാത്ത നമുക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും നീതീകരണവും വിശ്വാസത്താൽ പ്രാപിക്കേണ്ടുന്നതിന് കൃപാവരത്തെ അയക്കുമ്പോൾ ആ കൃപാവരത്തെ ഗണ്യമാക്കാത്തവരെ ഓർത്തും ഇവർക്ക് ഈ കൃപാവരം കൊടുത്തല്ലോ എന്ന് ഓർത്തു പോലും ദൈവം എന്ത് ചെയ്യത്തില്ല. കിട്ടിയവന് കിട്ടി, ലഭിച്ചവന് ലഭിച്ചു. ദൈവം ജാതിയെ നോക്കി, യഹൂദനെ നോക്കി ദൈവം എന്ത് ചെയ്യത്തില്ല, അനുതപിക്കത്തില്ല. ക്രിസ്തു യേശുവിലൂടെയുള്ള രക്ഷാ പദ്ധതി യഹൂദൻ തള്ളിക്കളയുന്നു. ജാതികൾ കൃപാവരം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്ക് ഈ വചനം എന്ത് ചെയ്യണ്ട, അവർക്ക് കേൾക്കണ്ട. അവർക്ക് ഇതിലൂടെയുള്ള നിത്യജീവൻ അവർക്ക് എന്ത് ചെയ്യണ്ട, അവർക്ക് വേണ്ട. ഈ രണ്ട് കാര്യത്തെ ഓർത്തും ദൈവം എന്ത് ചെയ്യത്തില്ല, ദൈവം അനുതപിക്കുന്നില്ല. 30-ാം വാക്യം, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ. കണ്ടോ, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട്. നമ്മൾ ദൈവത്തെ എന്ത് ചെയ്തോ? അനുസരിച്ചിരുന്നവരാണോ? അല്ല. യേശുവിൽ വിശ്വസിച്ച് വന്നിട്ട് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പറഞ്ഞത്. പ്രമാണം ഇങ്ങ് തന്നേര്, ഈ പ്രമാണം ഇന്നു മുതൽ ഞാൻ എന്ത് ചെയ്യും, അനുസരിക്കാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞാണ് ആൾക്കാർ പറഞ്ഞത്. എന്താണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യം പോലും അവനെന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. 30-ാം വാക്യം, നിങ്ങൾ മുമ്പേ ദൈവത്തെ പ്രമാണത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ. ഇസ്രായേൽ ജനത്തിന്റെ അനുസരണക്കേട് നിമിത്തം ജാതികൾക്ക് എന്ത് ലഭിച്ചു? കരുണ ലഭിച്ചു. എന്ത് കരുണ? വിശ്വാസ നീതീകരണത്തിലേക്കുള്ള കരുണ. കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടുന്നതിന് അവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അനുസരിക്കാതിരിക്കുന്നു. പ്രമാണം എന്ത് ചെയ്യുന്നില്ല, പ്രമാണം അനുസരിക്കുന്നു എന്നുള്ളതല്ല, അനുസരിക്കാതിരിക്കുന്നു എന്നുള്ളതല്ല, വിശ്വാസ നീതീകരണം യഹൂദന്മാരെന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. ജാതികൾ ന്യായപ്രമാണം എന്ത് ചെയ്തില്ല, അനുസരിച്ചില്ല. എന്നാൽ ജാതികൾ എന്ത് ചെയ്തു? അനുസരിച്ച് യേശുവിനെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. യഹൂദന്മാർ വിശ്വാസ നീതീകരണം എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണം എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവരിപ്പോഴും സ്വന്തം ശക്തി കൊണ്ട് ന്യായപ്രമാണത്തെ സ്വന്തം ശക്തി കൊണ്ട് അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. കണ്ടോ, രണ്ട് ഘടക വിരുദ്ധം. അതായത് ദൈവം യഹൂദനെയും ജാതികളെയും ഒരുപോലെ എന്ത് ചെയ്തു? കരുണ ലഭിക്കേണ്ടുന്നതിന് എല്ലാവരെയും അനുസരണക്കേടിൽ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. എന്തോ വാക്യമാണ്. രക്ഷ ക്രിസ്തുവിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വച്ചിരിക്കുന്നത്. നീതീകരണം ക്രിസ്തുവിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ജാതികൾ ന്യായപ്രമാണം എന്ത് ചെയ്യില്ല, അനുസരിച്ചില്ല. അനുസരിക്കാത്തവൻ എന്ത്? നിത്യനരകമാണെന്ത് കിട്ടേണ്ടിയത്. യഹൂദന്മാർ വിശ്വാസ നീതീകരണം എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നു, വിശ്വസിക്കുന്നില്ല. അവനും അപ്പം എന്ത് ലഭിക്കും? നരകമാണ് എന്ത് ചെയ്യേണ്ടത്, ലഭിക്കേണ്ടത്. അപ്പൊ രണ്ടുപേരെയും ദൈവം എന്ത് ചെയ്തു? അനുസരണക്കേടിൽ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. എന്നിട്ട് പറയണം, ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ വിശ്വാസത്താൽ മാത്രമേ ജാതികളായിരുന്നാലും യഹൂദ ജനമായിരുന്നാലും ഈ അനുസരണക്കേടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരോടും ദൈവത്തിന് എന്ത് വേണം? ദൈവത്തിന് എന്തുണ്ട്? കരുണയുണ്ട്. ജാതികളായിട്ടുള്ളവർ വിശ്വാസ നീതീകരണത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴും വരാൻ സ്ട്രഗിൾ ചെയ്യാണ്. കാര്യം മനസ്സിലാവണ്ടേ? യഹൂദന്മാർ അവർ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, വിശ്വാസ നീതീകരണത്തിലേക്ക് അവർ വരത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസ നീതീകരണത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും യഹൂദജനം എന്ത് ചെയ്യത്തില്ല, അനുസരിക്കത്തില്ല. അപ്പോൾ അവനും അനുസരിക്കുന്നില്ല, ജാതികളും എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രണ്ടുപേരിടത്ത് ദൈവത്തിന് എന്ത് വേണം? കരുണ കാണിക്കേണ്ടുന്നതിന് ക്രിസ്തു എന്ത് ചെയ്തിരിക്കണം? ക്രൂശിൽ യാഗമായി തീർന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. അത് യഹൂദനായാലും യവനനായാലും ഏത് ജാതിയായാലും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാപദ്ധതി ഇതിൽ വിശ്വസിക്കുക എന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ വഴികൾ എത്ര അഗോചരം ഉണ്ടോ. ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക്
ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. കാര്യം എന്താ? ദൈവത്തിൻ്റെ വഴികൾ എന്താണ്? അഗോചരമാണ്. എന്തിനേക്കുള്ള വഴി? മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിത്യജീവനിലേക്ക് അവനെ വലിച്ചെടുക്കേണ്ടുന്ന വഴി മനുഷ്യൻ്റെ കണ്ണിന് അഗോചരമാണ്. നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ബ്ലെസ്സിങ് ആണത്. ഹല്ലേലൂയ. അവൻ്റെ വിധികൾ എന്താ? അവൻ്റെ മനസ്സ് അറിഞ്ഞവൻ, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കത്തക്ക രീതിയിൽ കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുന്നവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അല്ലെങ്കിൽ കർത്താവിനോട് ചില ആലോചനകൾ അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിക്കാനായിട്ട് ഒരു മന്ത്രിയെ പോലെ ഇരിക്കുന്നവൻ ആര്? ആരുമില്ല. അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? ആരുമില്ല. ഒന്നിനും ആരുമില്ലെന്നാണ്. അവൻ്റെ വിധികൾ അപ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷണാതീതമെന്നാണ്. അവൻ്റെ വഴികൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ വഴികൾ എന്താണ്? അതും അന്വേഷിക്കാൻ കഴിയുന്നതിനപ്പുറം അഗോചരമാണ്. ഹല്ലേലൂയ. സകലവും അവങ്കൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. സകലവും, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സകലതും അവനിൽ നിന്നും, സ്തോത്രം, അവനാലും അത് പ്രാപിക്കുന്നവർ അവങ്കലേക്കും ആകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവൻ്റെ മുമ്പിൽ നമ്മൾ നമ്മെ തന്നെ സറണ്ടർ ചെയ്യുക. അവൻ എന്നേക്കും മഹത്വം എന്ന് പറയുമ്പോൾ എന്താ? ആരാധന, സമർപ്പിക്കുക, ആരാധിക്കുക. ഹല്ലേലൂയ. ദൈവം നമുക്ക് തുറന്നു തരുന്ന നിത്യജീവൻ്റെ വഴികൾ ലോകത്തിന് കാണാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. തൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ യഹൂദനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ജാതികളിൽ നിന്ന് വിളിച്ചിട്ടുള്ളവർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കർത്താവായ യേശുവിനെ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? നന്മകളെല്ലാം കിട്ടി. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അന്തം വിട്ട് നോക്കുകയാണ്. അതാണ്, യവൻ എന്നെ എന്ത് ചെയ്യുന്നു? അന്തം വിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. എന്നാൽ പിന്നെ അവനെ ഞാൻ നിത്യജീവനിലോട്ട് എന്ത് ചെയ്യാം? ജീവൻ്റെ പുസ്തകം ദൂതന്മാരെ പെട്ടെന്ന് എന്ത് ചെയ്യും? കൊണ്ടു അവൻ്റെ പേരെന്ത് ചെയ്യാം? എഴുതി കളയാം എന്ന് ദൈവം പറയുള്ളൂ. അത് നിനക്ക് ആവശ്യമുള്ളതാണ് നീ അന്തം വിട്ട് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. അന്തം വിട്ട് വിശ്വസിച്ചാലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നിത്യജീവൻ്റെ മാർഗം മറ്റൊരു വഴിയാണ്. ആത്മാവിൻ്റെ രക്ഷയുടെ മാർഗം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ജീവൻ്റെ മാർഗം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണത, ദൈവത്തിൻ്റെ വലതുഭാഗത്തെ പ്രമോദം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മാറരുത്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? ക്രിസ്തു യേശുവിലൂടെ നമുക്കൊരുക്കിയ രക്ഷാമാർഗം പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് ഞാൻ യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ നീതിക്ക് വേണ്ടി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് നീതിക്കായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത് യഹൂദനായാലോ യവനനായാലോ ഏതൊരു ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ആരാണോ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ വിളിക്കുന്നത് അവർക്ക് കൊടുക്കുവാൻ ധാരാളം സ്വർഗീയ സമ്പത്ത് അവൻ്റെ പക്കലുണ്ട്. നമുക്കും വിളിച്ചപേക്ഷിക്കാം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയി. ചിലർ നിത്യലജ്ജയിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. നമ്മളെയോ ദൈവം നിത്യ സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.